തലസ്ഥാനത്തെ റോഡുകളെ ചൊല്ലി മന്ത്രി പി എ മുഹമ്മദ് റിയാസും എംഎൽഎ കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ വാക്പോര്. നിന്റെ കഥ ഞാൻ കഴിക്കും. നീ ഒരു പുല്ലും ചെയ്തില്ലടാ പുല്ലേ. അല്ലെങ്കിൽ ഞാൻ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ. വികസന പദ്ധതികളുടെ പേരിൽ റോഡുകൾ പൊളിച്ചിട്ട് നഗരത്തെ ശ്വാസം മുട്ടിക്കുന്നുവെന്നായിരുന്നു കടകംപള്ളിയുടെ വിമർശനം. റോഡുകളെല്ലാം വെട്ടിമുറിച്ചിട്ടേക്കുകയാണ്. മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. പാർട്ടി കടകംപള്ളി അദ്ദേഹത്തിന്റെ നീരസം വെളിപ്പെടുത്തിയത് ആ ഒരു പൊതുവേദിയിൽ വർഷങ്ങളായിട്ട് യാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ട ജനങ്ങൾ നമ്മുടെ നഗരത്തിലാണ് താമസിക്കുന്നത്. നിന്റെ നാക്കിന് എല്ലില്ലാന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. പ്രസംഗം വേണ്ട. എന്താ നിന്റെ തീരുമാനം? അതാ എനിക്കറിയേണ്ടത്. ഈ തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുക. ഇപ്പൊ തകർന്നല്ല, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തകർന്നതാണ്. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിലെ നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്. എത്ര ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇവരെ തടവിലാക്കുന്നതായിട്ടുള്ള സഞ്ചരിക്കുന്നതെന്നും തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള അവസ്ഥാവിശേഷം വരികയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല. എന്താ അടുത്ത പരിപാടി? ആ തലതിരിഞ്ഞവനെ ഈ നാട്ടിൽ നിന്ന് കെട്ടിച്ചില്ലെങ്കിൽ എന്റെ പറ്റി കൂട്ടും. എന്ത് പറ്റി? ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ നമുക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. കരാറുകാരനെ മാറ്റിയപ്പോൾ ചിലർക്ക് പൊള്ളി എന്നായിരുന്നു ഇതിനുള്ള മന്ത്രിയുടെ പരോക്ഷ മറുപടി. കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തതിൽ ചിലർക്ക് പൊള്ളിയിട്ടുണ്ട്. കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായി ചിലരുടെ ശരീരത്തിലുണ്ടായ പൊള്ളലിന്റെ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? ഈ എല്ലാ പ്രവൃത്തിയും നടക്കാൻ ആകാശത്ത് റോഡ് നിർമ്മിച്ച് താഴ്ത്തുകൊണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചെയ്യേണ്ടവർക്കെല്ലാം തിരിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. ആ നിലയിൽ ഇതിന്റെ വസ്തുതകളെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഇത്തിക്കര അമ്മാവിന് ശേഷം ഈ കുടുംബത്തിൽ ഇത്രയും ബുദ്ധിയുള്ളവർക്ക് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.